മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ള. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. അപ്പോൾ നോക്കാം. അവരുടെ യഥാർത്ഥ ഫീലിങ്സ് നോക്കാം കേട്ടോ. നിങ്ങളോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? ഇത് 8 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും ഒരു കെട്ടിയിട്ടൊരു അവസ്ഥയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ 8 ഓഫ് ഷോർട്സ് ആയതുകൊണ്ട് തന്നെ ഇതൊരു നോ കോണ്ടാക്റ്റ് ആവാനാണ് സാധ്യത. കാരണം ആളുടെ സിറ്റുവേഷനിൽ കെട്ടിയിട്ട ഒരു അവസ്ഥയാണ്. അവർക്ക് യഥാർത്ഥ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് എപ്പം ആളുടെ ഇപ്പോഴത്തെ ഒരു എനർജി കേട്ടോ കാണുന്നത്. ഇപ്പോഴത്തെ എനർജിയിൽ ആൾക്കൊരു കെട്ടിയിട്ട ഒരു ഫീല് തോന്നുന്നുണ്ട് നിങ്ങളടുത്ത്. അതായത് ആൾക്ക് ചിന്തിക്കുന്നുണ്ട്, ഇനി ഊരിപ്പോരാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ്. നിങ്ങളിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ സാഹചര്യത്താൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മോണാവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. വീണ്ടും എങ്ങനെ ആയാലും കറങ്ങി തിരിഞ്ഞ ആൾ നിങ്ങളിലേക്ക് എത്തും. പക്ഷേ ഈ വ്യക്തി നിൽക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. നിങ്ങളിലേക്ക് ഉറച്ച് നിൽക്കുന്നില്ല. നിങ്ങളിൽ നിന്നും കെട്ടുപൊട്ടിച്ച് പോകുന്ന ഒരു എന്താ വെച്ചാൽ നിങ്ങൾ ആളെ കെട്ടിയിട്ടു എന്നൊരു ഫീലായി ഈ വ്യക്തിക്ക്. നിങ്ങളാളെ കെട്ടിയിടുന്നു, നിങ്ങളാളെ വിടുന്നില്ല, നിങ്ങളാളെ ഫ്രീ ആക്കി വിടുന്നില്ല. എപ്പോൾ നോക്കിയാലും നിങ്ങളിങ്ങനെ ബലം പിടിച്ച ആളെ വെച്ചിരിക്കുകയാണ്. പലപ്പോഴും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിയിടുന്നത്, എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്തിനാ എന്നെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും ആളൊട്ടും നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നില്ല. പക്ഷെ നിങ്ങളോട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണെങ്കിൽ അത് നിങ്ങളുടെ റീഡിംഗ് ആണ് കേട്ടോ. നിങ്ങളുടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ആൾക്കൊരു ഫ്രീഡം കൊടുക്കുന്നില്ല, എപ്പോൾ നോക്കിയാലും ശ്വാസം മുട്ടിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയാണിത്. ആദ്യം അങ്ങനെയല്ലായിരിക്കാം, പക്ഷെ ഇപ്പം നിലവിലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇതാണ് കാണുന്നത്. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനിയുള്ള ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഇനി കാർഡ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും കണ്ടോ 7 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ആൾ നിങ്ങളിൽ നിന്നും മോണാവാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. തന്ത്രപരമായിട്ട് മൊഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ചീറ്റിംഗ് ആണ് ആളെ സംബന്ധിച്ച്. അപ്പോൾ പലർക്കും നിങ്ങളുടെ വ്യക്തി നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ടാവാം. പലർക്കും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവും ഈ വ്യക്തി. പലരുടെയും കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവരുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. യഥാർത്ഥ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ്. അതായത് നിങ്ങളോടുള്ളത് ഇങ്ങനെയാണ് കാണുന്നത്. അതായത് നിങ്ങളെപ്പം ആളെ കെട്ടിയിട്ട രീതിയിലാണ് ആളുടെ ഒരു തരം. ദേഷ്യപ്പെടുന്നുണ്ടാവാം, ഫ്രീഡം കൊടുക്കുന്നില്ലെന്ന് പറയുന്നുണ്ടാവാം, ഭയങ്കര സ്ട്രെസ്സായിരിക്കും ആളുടെ ലൈഫ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവാം. തലവേദനയാണ്, ഭയങ്കര ഡിസ്റ്റർബാണ് ഇന്നൊക്കെ പറഞ്ഞ ഒഴിഞ്ഞു മാറുന്നതാവും, അല്ലെങ്കിൽ ഓടിപ്പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി നിങ്ങളിൽ നിന്നും ബ്ലോക്കോ അങ്ങനെ എന്തും സംഭവിക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് കേട്ടോ. ഇത് കണ്ടോ, എംപ്രസ് എനർജി, അതും പോലും നമുക്ക് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ റീഡിങ് പ്രകാരം നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എല്ലാവർക്കും കണക്റ്റ് ആവില്ല കേട്ടോ. ആദ്യം മനസ്സിലാക്കേണ്ട അതാണ്. കാരണം യൂണിവേഴ്സ് നമുക്ക് ഇന്ന ആൾക്കാർക്ക് വേണ്ടി എത്തിച്ചു തരുന്നതാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇന്ന് കേൾക്കേണ്ട നിയോഗം ഉണ്ടാവും. അപ്പോൾ അവർ എന്തായാലും അവർക്കിത് കേൾക്കേണ്ട നിയോഗം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റീഡിങ് തന്നെ നമുക്ക് ഇത് വന്നു ചേരുന്നത് നമ്മുടെ ഇതിലേക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാവർക്കും കണക്റ്റ് ആവില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങളിത് കാണാതിരിക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ അടുത്ത റീഡിംഗ് ആയിരിക്കും നിങ്ങളുടേത്. സ്റ്റോപ്പ് ചെയ്യാം. അല്ലാത്തവർ ഇത് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഈ റീഡിങ് എംപ്രസ് ആണ്. എംപ്രസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന, സ്നേഹം, സപ്പോർട്ട് ഒന്നും ഇപ്പോൾ തരുന്നില്ല. എന്നാൽ എംപ്രസ് വന്നിട്ടുണ്ട്. ആദ്യം നിങ്ങളുടെ അടുത്ത് അങ്ങനെ ആയിരുന്നു ഈ വ്യക്തി. ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ട പരിഗണന, സ്നേഹം, കെയർ, സപ്പോർട്ട്, നിങ്ങൾക്ക് ഫിനാൻസ് സഹായിച്ചിട്ടുണ്ടാവാം, ഹെൽപ്പ് ഉണ്ട് ഈ വ്യക്തിയുടെ. ശരിക്കും പറഞ്ഞാൽ ഫിനാൻസിനേക്കാളും ചിലർക്ക് അങ്ങനെ സഹായിച്ചിട്ടുണ്ടാവാം. കൂടുതലും ആളുടെ ഭാഗത്ത് നിന്ന് ഹെൽപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ല, എന്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന ആളാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതാണ് ഇപ്പോൾ റിവേഴ്സ് ആയത്. അതിൽ മനസ്സിലാക്കാമല്ലോ. ഇപ്പോൾ റിവേഴ്സ് ആയത് കൊണ്ട് തന്നെ ആളിപ്പോൾ പഴയ ആളല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാം തിരിച്ചെടുത്തു. ആളെങ്ങനെയാണോ നിങ്ങളെ സ്നേഹിച്ചത് അതെല്ലാം ആൾ തിരിച്ചെടുത്തു. ഇതാണ് മെയിനായിട്ട് കാണുന്നത്. ഇവിടെ കണ്ടോ മാസ്റ്റർ ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് ആ ഒരു എംബ്രറാണ്. ഇവിടെ കണ്ടോ എംബ്രസ് വന്നിട്ടുണ്ട്, അതുപോലെ എംബ്രറും വന്നിട്ട് ഭയങ്കര ഈഗോ, ഷാഠ്യം, കടുംപിടുത്തം, ഭയങ്കര ഈ സമയത്ത് ആൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഒരു തരം ഈഗോ, ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഈഗോ കൺട്രോൾ ചെയ്യുക. നിങ്ങളെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. ആളെങ്ങനെ കെട്ടിയിടാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഭയങ്കര ഒരു തരം ഇതാണ് ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഹെർമിറ്റാണ്. ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ടൊരു അവസ്ഥയാണ് ആളുടെ. അത് വെച്ചാൽ ഇപ്പോൾ ഈ നോ കോണ്ടാക്റ്റ് ആയതിനു ശേഷമായിരിക്കാം ആളിപ്പോൾ കുറേ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത ഒരു വ്യക്തി, അപ്പം ആ പഴയ ആൾക്ക് തന്നെ അറിയാം, പഴയ ഞാൻ ഒരുപാട് അടുത്തിട്ടുണ്ട്, ഇപ്പോൾ എന്താണെന്നറിയില്ല, നിങ്ങളിൽ നിൽക്കുന്നില്ല എന്നാണ് കാണുന്നത് അപ്പം അത് ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സമയം ഒറ്റയ്ക്ക് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് എന്നുള്ളതാണ് കാണുന്നത്. ചിന്തിക്കുന്നുണ്ട് ആൾ. ഇവിടെ കണ്ടോ മെയിന് ഇതിന് കാരണം മൂന്നാമതൊരു വ്യക്തിയാണ്. കണ്ടോ 3 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഉറപ്പാണ് ഇതിന് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഈ വ്യക്തിക്ക് കെട്ടിയിട്ട പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. കണ്ടോ, മനസ്സിലായോ? മൂന്നാമതൊരു വ്യക്തി ലൈഫിലേക്ക് വന്നപ്പോൾ ആൾക്ക് നിങ്ങൾ കെട്ടിയിട്ട പോലെ നിങ്ങളുടെ വിളി സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ മെസ്സേജ് സഹിക്കാൻ പറ്റുന്നില്ല, ഇത് കണ്ടോ ചീറ്റിംഗ് എനർജിയാണ് ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അവിടെ യഥാർത്ഥ ഫീലിങ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സമയത്ത് നല്ലോണം ആൾക്ക് ഒരു സമയത്ത് ആളുടെ ഫീലിങ്സും കാര്യങ്ങളെല്ലാം യഥാർത്ഥമായിരുന്നു, അല്ലെങ്കിൽ സത്യമായിരുന്നു, സത്യസന്ധമായിരുന്നു. അത് ഹെർമിറ്റിൽ മനസ്സിലാവുന്നുണ്ട്. ഒരു സമയത്ത് നിങ്ങളെ സത്യസന്ധമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. അത് ആൾക്കും അറിയാം. ഇപ്പോൾ അതാണ് ആ ഒരു സത്യാന്വേഷണത്തിനെ കാട് വന്നത് അവിടെ. എന്നാൽ ഇപ്പോൾ ചീറ്റിംഗ് ആണ് നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ 3 ഷോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പകുതി പേർക്കും ഇതൊരു ചീറ്റിംഗ് എനർജിയാണ് കാണുന്നത് കേട്ടോ, പകുതി പേർക്കും. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് ആൾക്ക് നിങ്ങൾ ഒരു തരം ശ്വാസം മുട്ടുന്ന പോലെ എന്തിനേതിനും ഒരു തരം തടസ്സം പറയുക, ഒരു തരം ഈഗോ കാണിക്കുക, കടുംപിടുത്ത സ്വഭാവം, പലപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുക. ഓരോന്ന് പറഞ്ഞ് ഇത് കണ്ടോ, ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ നെഞ്ചിൽ കത്തിയിറക്കി കുത്തുന്ന ഫീല് നിങ്ങൾക്ക് ഉണ്ടാവും ഈ വ്യക്തിയിൽ നിന്ന് തന്നെ. കാരണം നിങ്ങൾ ഈ വ്യക്തിയെ ആഗ്രഹിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആൾക്ക് നിങ്ങളെപ്പം കെട്ടിയിട്ട പോലെ ഒരു ഫീല്. എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്, എന്തിനാണ് എന്നെ ഇങ്ങനെ കെട്ടിയിട്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. എന്നാൽ വീൽ ഓർ ഫോർച്യൂണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഒരു സമയം കടന്നു പോകും. മനസ്സിലായി പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനിയൊരു സമയം നല്ലത് വരാനുണ്ട് എന്നാണ് കാണുന്നത് കാർഡിൽ കേട്ടോ. അതെന്താണെന്നുള്ളത് നോക്കാം. ഒരു നല്ലൊരു സമയം നിങ്ങൾക്ക് വരും എന്നതാണ് കാർഡ് പറയുന്നത്. നമുക്കതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും പോയ വ്യക്തി തിരിച്ചു വരുന്നു എന്നുള്ള എനർജിയാണ് കാണുന്നത്. ഈ വ്യക്തിക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണ് കേട്ടോ. ചില കാര്യത്തിനൊക്കെ പെട്ടെന്ന് പോവും, പെട്ടെന്ന് വരും. ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം, ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര. അപ്പോൾ ഒരു നല്ല സമയം എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. ആളിപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയ വ്യക്തിയാണ്, അല്ലെ നിങ്ങളിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടി കണക്ഷൻ മൂലമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെന്ന് ചാടിയത്. ഇപ്പോൾ ചില വ്യക്തികളുണ്ടല്ലോ, ചില ആൾക്കാരോട് അട്രാക്ഷൻ തോന്നി നല്ല രീതിയിൽ പോയ കണക്ഷനിൽ അവരുടെ പെട്ടെന്ന് ഈ വ്യക്തിയെ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണ്. അട്രാക്ഷൻ്റെ പുറത്ത് പോയ വ്യക്തിയാണിത്. അപ്പോൾ അവിടുന്ന് കിട്ടിയ ആ ഒരു വീൽ ഓർ ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ തന്നെ സമയം മാറുന്നു. അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ആളുടെ സമയം മാറും, അല്ലെങ്കിൽ ആൾ തിരിച്ചത് കണ്ടില്ലേ നിങ്ങളിലേക്ക് തന്നെ വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഇപ്പോൾ അട്രാക്ഷൻ്റെ പുറത്തൊക്കെ പോയ വ്യക്തിയാണെങ്കിൽ അവിടുന്ന് പണി കിട്ടിയ സമയത്ത് ആൾ എന്തായാലും തിരിച്ച് നിങ്ങളിലേക്ക് വരും.
ഒരു അട്രാക്ഷൻ്റെ പുറത്തായിരിക്കും അവരെ കണ്ടുമുട്ടുന്നു, അവരുമായിട്ട് കണക്റ്റ് ആവുന്നു, പിന്നെ വീണ്ടും അവരിലേക്ക് ചെന്ന് ചാടുന്നു. അവിടെ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ആളുടെ അവസ്ഥ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥ. എന്തെങ്കിലുമൊക്കെ അവിടെ ഒരു ചീറ്റിംഗ് അവർക്കും സംഭവിച്ചിട്ടുണ്ടാവുക. നിങ്ങളെ ചീറ്റ് ചെയ്ത പോലെ ഈ വ്യക്തിയും ചീറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതാണ് ആൾ ഹെർമിറ്റ്. ആളിപ്പോൾ സത്യാന്വേഷണത്തിൻ്റെ കട വന്നത്. അപ്പോൾ പിന്നെ ആൾ എത്രയായാലും സത്യത്തെ തിരിച്ചറിയുന്നു. ആൾ ചെയ്ത തെറ്റാണ് എന്നത് ആൾക്ക് ബോധ്യപ്പെടുന്നു. അതാണ് കാണുന്നത് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. ആൾക്ക് യൂണിവേഴ്സ് ഒരു സമയം, അതായത് നല്ലൊരു എന്നുവെച്ചാൽ ഈ ഒരു സമയം കടന്നു പോകുന്നു പറയില്ല, അതുപോലെയാണ് ആളുടെ ഈ ഒരു സമയം കടന്നു പോകും. ആൾക്ക് മനസ്സിലാവുന്നു, ഓരോ കാര്യങ്ങൾ മനസ്സിലായി ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള എനർജിയാണ്. കാരണം വേറൊന്നല്ല, ഇപ്പോൾ കൂടുതൽ എനിക്ക് ഈ ഒരു കാർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, ഇത് നിങ്ങൾ കണക്റ്റ് ആയതിനു ശേഷം ഇടയ്ക്ക് കയറിയ ബന്ധമായിരിക്കാം. മനസ്സിലായോ? ഇടയ്ക്കുന്ന് വന്ന ഒരു അട്രാക്ഷൻ്റെ പുറത്തൊക്കെ പോയി കണക്റ്റ് ആവുന്ന വ്യക്തിയുടെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പം അങ്ങനെയാണെന്ന സമയത്ത് അതൊരു ചീറ്റിംഗ് എനർജിയാണ്, നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചീറ്റിംഗ് ആണ്. പക്ഷെ ആ വ്യക്തിക്ക് അവിടെ പോയിട്ട് ഒരു സമാധാനവും ഇല്ല, അതിലും വലിയൊരു പണിയാണ്. അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് എന്തെന്നാണ്, ഇവർ എപ്പം കെട്ടിയിട്ട പോലെയാണ്, ഭയങ്കര ശല്യമാണ്, തലവേദനയാണ്. പക്ഷെ ഇനിയിപ്പോൾ ഇവർ ഈ ഒരു തേർഡ് പാർട്ടിയെ കണ്ടിട്ടാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ അതിലേക്ക് പോയാൽ അതിനേക്കാളും വലിയ പണിയാണ് അവർക്ക് കിട്ടുന്നത്. അതിനേക്കാളും വലിയൊരു ചീറ്റിംഗ് ആയിരിക്കും ആ തേർഡ് പാർട്ടി ഇവരോട് കാണിക്കുന്നത്. അതിനുശേഷം ആളെന്ത് ചെയ്യുന്നു? ആൾക്കെല്ലാം മനസ്സിലാവുന്നു, ആൾ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്, ആൾ തിരിച്ചു വരും എന്നാണ് കാർഡ് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളെ വിട്ടിട്ട് പോയ വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് അറിയോ? ആളെ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് പണി കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മഫലം അത് ആൾ അനുഭവിക്കുകയാണ്. തിരിച്ചടി കിട്ടുക എന്നൊക്കെ പറയില്ല, അതുപോലെ ആൾക്ക് തിരിച്ചടിയാണ് ലൈഫിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഇതന്നെയല്ലേ ആൾ ചെയ്തത്, അപ്പോൾ അതുതന്നെയാണ് ആൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഇനി മാറ്റം വരുന്നത് കേട്ടോ. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ വന്നതുകൊണ്ട് തന്നെ ഇനി സമയം മാറും, ആൾ വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് നല്ല സമയം വരുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഈ വ്യക്തി തിരിച്ചു വരും കേട്ടോ, ആക്ഷൻ എടുക്കും എന്നാണ് കാണിക്കുന്നത്. ഒരു കാർഡ് കൂടി എടുത്തു നോക്കാം കേട്ടോ. ആ പോയ സ്ഥലത്ത് നിന്ന് ആൾ മടങ്ങി വരും എന്നുള്ള എനർജിയാണ് കാണുന്നത് കേട്ടോ. ആൾ എവിടെ നിന്നാണോ നിങ്ങളെ വിട്ടിട്ട് പോയത് അവിടെ നിന്നും ആൾ മോൺ ചെയ്തിട്ട് ആൾക്ക് മനസ്സിലാവും ഇതൊന്നുമല്ല സ്നേഹം എന്നുള്ളത്. നിങ്ങളെ വിട്ടിട്ട് പോയ വ്യക്തിയാണ്. അവസാനം അതൊന്നുമല്ല കാണിക്കുന്നൊന്നുമല്ല യഥാർത്ഥ സ്നേഹം എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ, 2 ഓഫ് പെന്റിക്കിൾസ് ആണ് മാസ്റ്റർ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. ആളൊരു ബാലൻസ്, അതായത് മാക്സിമം ഈ ഒരു വ്യക്തി ബാലൻസിലേക്ക് ഇത് കൊണ്ടുവരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. ഇപ്പോൾ പോലും ആൾ അബദ്ധം പറ്റിപ്പോയി എന്ന് ചിന്തിക്കുന്നുണ്ട്. ആളുടെ മനസ്സിൽ 2 മൈൻഡിൽ നിൽക്കുക, ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്, എന്ത് ചെയ്തിട്ടാണ് ഇനി നിങ്ങളിലേക്ക് വരേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ആൾക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം ഇപ്പോൾ പോയടുത്തുനിന്നൊന്നും ശരിയായിട്ടുമില്ല, എന്നിട്ടും ഇനിയിപ്പോൾ നിങ്ങളെ വേണ്ടെന്ന് വെച്ചതും ആയല്ലോ എന്നുള്ള ഒരു ചിന്തയിലാണ് ആളുള്ളത്. കാരണം രണ്ടാളും വേണമെന്നുള്ള ഇതിൽ നിന്നു. അവസാനം നിങ്ങളെ ആൾ ഒരു സമയത്ത് ഇട്ടിട്ട് പോയി ആൾ വേറെ ആ വ്യക്തിയിലേക്ക്. അതൊട്ടും ശരിയായിട്ടുമില്ല, അതാണ് കാണുന്നത് ഇതിൽ കേട്ടോ. പോയ വ്യക്തിയാണെങ്കിൽ തിരിച്ച് ആൾക്കത് മനസ്സിലായി അതൊന്നുമല്ല, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു കണ്ടോ. ആ ഒരു സ്നേഹത്തിൻ്റെ വിടവാണത്. എന്നുവെച്ചാൽ ആൾക്ക് സ്നേഹം ഒരുപാട് ഉണ്ടായിട്ടും ആൾക്ക് അതിലൊന്നും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല നിങ്ങളെ വിട്ടതിന് ശേഷം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ആൾ മോൺ ചെയ്തിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. അപ്പോൾ ഈ വ്യക്തി എന്തായാലും ശരി, നിങ്ങളെ ഒഴിവാക്കി പോയ വ്യക്തിയാണെങ്കിൽ ആൾ നിങ്ങളിലേക്ക് വരും. കുറച്ച് സമയം ആൾക്ക് അനുവദിച്ചു കൊടുക്കുക. കാരണം കർമ്മ അത് തിരിച്ചടിക്കും. ആളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുക ആൾ കേട്ടോ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളാണ് വേദന അനുഭവിക്കുന്നതെന്നല്ല, ആളും ഇപ്പോൾ വേദന അനുഭവിക്കുക. പക്ഷെ നിങ്ങൾ മുഖേനല്ല, മറ്റൊരു വ്യക്തി മുഖേനയാണ് ആളിപ്പോൾ. അപ്പോഴാണ് ആൾക്ക് നിങ്ങളുടെ ആ സത്യത്തെ തിരിച്ചറിയുന്നു എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ വില മനസ്സിലാക്കുന്നു, നിങ്ങളെ എത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയും നിങ്ങൾ എത്രത്തോളം ഹാപ്പിനെസ് ആയിരുന്നു. അവർ ഉള്ളിൽ ഒരുപാട് ആളുടെ ഇങ്ങനെ കുഴപ്പിക്കുക ആളെ, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾ. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ മാറ്റം വരും. മാറ്റം യൂണിവേഴ്സ് തന്നെ ഉണ്ടായിക്കൊടുക്കും. നിങ്ങളുടെ വില തിരിച്ചറിയാനുള്ള ഇത് യൂണിവേഴ്സായിട്ട് തന്നെ കൊടുക്കും ആൾക്ക്. അതിൻ്റെ കർമ്മഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. ഫെബ്രുവരി
തിരുവാതിര, ആർട്ടിസ്റ്റ് ആയിരിക്കാം, ലോങ് ഹെയർ, മലപ്പുറം, ഗ്രീൻ കളർ, മെയ് മാസം, ലെറ്റർ വൈ ആണ് വന്നിരിക്കുന്നത്, ക്യൂ ആണ്, ലെറ്റർ ക്യൂ, പാലക്കാട്, ഏപ്രിൽ മാസം, പത്തനംതിട്ട, എന്നാണ്, തൃക്കേട്ട, എബ്രോഡ്, ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം, ലെറ്റർ എച്ച് ആണ് വന്നിരിക്കുന്നത്, ചിത്തിര, പർപ്പിൾ കളർ, യെല്ലോ കളർ, 30 ആണ്, 33, 44. അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും കണക്റ്റ് ആവില്ല. കണക്റ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.